പുത്തൻ അനുഭവം. ഒരു കാലത്ത് വൻ സംരംഭങ്ങളായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. വലിയ ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിലേറെ ഈ കൊച്ചു മൈക്രോ ഫൈനാൻസിങ് സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീമുകളിൽ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനായി ഈ മൈക്രോ ഫൈനാൻസിങ് മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. രജിസ്റ്റേർഡ് സംഘടനയാണെങ്കിൽ, 3 വർഷം പഴക്കമുണ്ടെങ്കിൽ, കഴിവ് തെളിയിച്ചവരാണെങ്കിൽ വിവിധങ്ങളായ സംഗതികളുണ്ട്. കേവലം ഒരു പലിശരഹിത ബാങ്കിങ് സംവിധാനം മാത്രമല്ല. ഒരു പക്ഷേ നെഹ്റു യുവകേന്ദ്രവുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക വേദി എന്ന നിലയ്ക്ക് അതേക്കുറിച്ചൊക്കെ നല്ല ബോധവാന്മാരായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലിശ ഇല്ലാതെ ഒരു സാമ്പത്തിക സംവിധാനം എന്ന് പറയുന്നത് വളരെയും അത്ഭുതപ്പെടുത്തിയ സംഗതിയാണ്. പലിശയില്ലാതെ എന്ത് ബാങ്കിങ് സിസ്റ്റമാണ്? പണ്ട് നമ്മളൊക്കെ വായിച്ചു തുടങ്ങുന്ന ഒരു കാലം പാകിസ്ഥാനിലാണ് ഈ സംരംഭം പഠനം നടത്തിയപ്പോൾ പലിശയുടെ കിരാതമായ അതിന്റെ അപകടകരമായ വശങ്ങളെ കുറിച്ച് ശരിക്കും എല്ലാവർക്കും ബോധ്യമായി എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഇന്ന് പ്രത്യേകം അഭിമാനപൂർവ്വം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. റിസർവ് ബാങ്ക് 2-3 വർഷം മുമ്പ് പലിശരഹിത ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ച്, ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ ഔദ്യോഗികമായ അതിന്റെ കമ്മീഷൻ, റിസർവ് ബാങ്കിന്റെ സ്വതന്ത്രമായ കമ്മീഷൻ ഏർപ്പെടുത്തി. അവർ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് റിപ്പോർട്ട് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അത്തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റം മറ്റു ജനറൽ ബാങ്കിങ്ങിന് ഇടയിലൂടെ നടത്താൻ ആവശ്യമായ സ്പെഷ്യൽ ഡെസ്കുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ, അതായത് നമ്മളെപ്പോലെ പലിശ വാങ്ങാത്ത, അല്ലെങ്കിൽ എന്റെ നേതൃത്വത്തിൽ തന്നെ ചില സ്റ്റെപ്പുകളൊക്കെ തുടങ്ങി വെച്ച് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടതാണ്. അപ്പോൾ തീർത്തും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് പോലും ഇതിന്റെ സാധ്യതകളും അതിന്റെ വിജയങ്ങളും ഒക്കെ ശരിക്കും ബോധ്യമായ കാലമാണ്. ഒരു ഇസ്ലാമികം എന്ന് പറയുന്ന ഒരു മതകീയ പക്ഷത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്ന രീതിയിലാണ് പലിശരഹിത സംവിധാനത്തെ കണ്ടിരുന്നത് എന്നത് മാറ്റി നിർത്തിയിട്ട് ആ സംഗതി ഒരു ജനകീയ സംരംഭമാക്കി മാറ്റുന്നതിന്റെ വിജയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കേവലം ഒരു മുസ്ലിങ്ങൾക്കിടയിൽ എന്നത് മാത്രമല്ല, പലിശ ഹറാം എന്ന് പറയുന്ന അത് മാറിയിട്ട് പലിശ ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക്, അങ്ങനെ ഹറാമിനൊന്ന് വാക്ക് മാറ്റി അവതരിപ്പിക്കുന്ന തലത്തിലേക്ക് മാറാൻ പോവുകയാണ്. അവിടേക്കാണ് ഇന്നത്തെ ചുറ്റുപാടുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്ത്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ചില സാമ്പത്തികമായ മുന്നേറ്റങ്ങൾ അത് മുഴുവനും പലിശ കേന്ദ്രീകൃതമാവുകയും പടിഞ്ഞാറൻ